നമസ്കാരം. കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അൻസാർ ബുസ്താൻ. STU 68ാമത് സ്ഥാപക ദിനാചരണം വലിയകുന്നിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ഉന്നമനമാണ് STU ലക്ഷ്യം വെക്കുന്നത്. വ്യാപാരികളും തൊഴിലാളികളും ഒരു നാണയത്തിന്റെ ഇരുവശമാണെന്നും പരസ്പരം സഹകരിച്ചും വിട്ടുവീഴ്ച ചെയ്തും മുന്നോട്ടു പോകണമെന്നും ആബിദ് ഹുസൈൻ തങ്ങൾ MLA ആവശ്യപ്പെട്ടു. കെ മാനുപ്പ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾക്ക് തൊഴിൽ നൽകിയ വ്യാപാരികളായ NK പത്മനാഭൻ, KK മുസ്തഫ, ജോലിയിൽ നിന്നും വിരമിച്ച തൊഴിലാളിയായ PT മുസ്തഫ എന്നിവരെ ആദരിച്ചു. ചുമട്ടി തൊഴിലാളി ബോർഡ് അംഗം PP അബ്ദുറഹ്മാൻ എന്ന മണി, സലാം ചെമ്മുക്കൻ, KM കുഞ്ഞിപ്പ, P മൊയ്തീൻ മാസ്റ്റർ, P ഷമീം മാസ്റ്റർ, ലത്തീഫ് ആലംകൂടം, V ഷാഹുൽ അമീദ്, പൊറ്റയിൽ കുഞ്ഞാപ്പ, P സുരേഷ്, TT മൊയ്തീൻ കുട്ടി, ഷിഹാബ് എടയൂർ, KK ഹംസ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വലിയകുന്ന്. ആഭിമുഖ്യത്തിലെ ഇന്ന് STUവിന്റെ 68ാം വാർഷിക പിറന്നാളാണ്. 60 വയസ്സ് പൂർത്തീകരിച്ച് ആ ദിവസം കംപ്ലീറ്റ് പൂർത്തിയാകുന്നത് വരെ ഈ തൊഴിലെടുത്തുകൊണ്ട് പിരിഞ്ഞു പോകുന്ന ഈ സംഘടന രൂപീകരിച്ചതിന് ശേഷം അങ്ങനെ ആയിട്ടുള്ള ഒരാളാണ് ഈ ഇവിടെ പിരിയുന്ന മുസ്തഫ പട്ടാണിത്തൊടി എന്ന് പറയുന്ന വ്യക്തി. അതിന് മുമ്പ് ആളുകൾ പോയി, പക്ഷെ അവരൊക്കെ അതിന് മുമ്പേ ഒഴിഞ്ഞ് മാറിപ്പോയി പോകുന്ന ആളുകളായിരുന്നു, അവസാനിപ്പിച്ചു പോയിരുന്നത്. പക്ഷെ ഇതല്ല, ഇത് ഞങ്ങൾ പ്രത്യേകം എടുക്കാൻ കാരണം 60 വയസ്സ് പൂർത്തിയാകുന്ന ദിവസം അടക്കം പിന്നെ അവർക്ക് സൂപ്പർന്യാസം പീരീഡ് ഒരു മാസം കൂടി അദ്ദേഹം ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് ഒരു മാസം കൂടി അധികം കിട്ടി. ആ പണി കൂടി ചെയ്തിട്ടാണ് പിന്നെ ഇവിടുന്ന് ഈ സംഘടനയിൽ നിന്ന് തൊഴിൽ നിന്ന് റിട്ടയർഡായി പോകുന്നത്. അത് ഈ എറണാട് വള്ളവനാട് മേഖലകളിൽ ഏറ്റവും കൂടുതൽ ആ കാലഘട്ടങ്ങളിലുണ്ടായിരുന്നു. ESM അനീഫ ഹാജി അതിൻ്റെയൊക്കെ മുന്നിലുണ്ടായിരുന്നു. ഞാനിന്ന് ഓർക്കുന്നു, അദ്ദേഹം ഒരാഴ്ചയിലെങ്കിലും എല്ലാ ദിവസവും എൻ്റെ വീട്ടിൽ വരികയും വാപ്പയുമായി ബന്ധപ്പെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഞാൻ വളർന്നത്. തൊഴിലാളികൾ അവരെങ്ങനെ സംഘടിപ്പിക്കണമെന്നും ഏത് തരത്തിൽ മുന്നോട്ട് പോകണമെന്നുമൊക്കെ അവരൊക്കെ വളരെ കാര്യമാത്ര പ്രസക്തമായി ആലോചിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 56-ന് ശേഷം ഇങ്ങനെ ഒരു സംഘടന രൂപീകരിക്കുകയും ചെയ്തത്. പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് മുസ്തഫ വിരമിക്കുന്നതും ആദരിക്കുന്നതുമൊക്കെ. ഏതായാലും ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കിയതിൻ്റെ 68ാം വാർഷികം ആഘോഷിക്കാൻ തീരുമാനിച്ച അവിടുത്തെ STUവിൻ്റെ കമ്മിറ്റിയെയും അതിന് പിന്തുണ നൽകുന്ന മുസ്ലിം ലീഗിൻ്റെ സലാമും ഷമീമും ഒക്കെ അടക്കമുള്ള മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റിയെ അഭിവാദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് വളരെ ചരിതാർത്ഥത്തോടെ ഇതിന് തുടക്കം കുറിച്ചതായി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു. നന്ദി. വളരെയധികം സന്തോഷമാണ്. അതുപോലെ എൻ്റെ സുഹൃത്തും യൂണിയനിൽ 40 പ്രവർത്തിച്ച മുസ്തഫയുടെ ഈ വിരമിക്കൽ ചടങ്ങിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ ഞാൻ വളരെ സന്തോഷമാണ്. ഈ സർവേശ്വരൻ വിദ്യാലയം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മള് നല്ലൊരു ആശീർവാദം തോന്നുകയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഇനിയുണ്ടാവും. ഈ മതത്തിനാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ തന്നെ ഇന്ന് STUവിന്റെ 68ാം വർഷം, അതായത് സ്ഥാപക ദിനമായി സംസ്ഥാനത്തൊട്ടാകെ ആചരിച്ചു വരികയാണ്. ഇന്ന് കാലത്ത് എല്ലാ യൂണിറ്റുകളിലും STUവിന്റെ പതാക ഉയർത്തിക്കൊണ്ട് വിവിധ പരിപാടികളോടെ STUവിന്റെ ഈ സ്ഥാപക ദിനം ആഘോഷിച്ചു വരികയാണ്. STU ഇവിടെ MLA സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലേബർ യൂണിയൻ എന്ന പേരിൽ നമ്മുടെ കുറ്റിപ്പുറത്തെ PK മൊയ്തീൻ സാഹിബും KK അബു സാഹിബും നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഇത് ആരംഭിച്ചത്.